തിരുവനന്തപുരം സെൻട്രൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമൊക്കെ മാറി മാറി അവസരം കൊടുത്തിട്ടുള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ ബേസിക്കലി അതൊരു UDF മണ്ഡലമാണ്. കാരണം ഒരുപാട് തീരദേശം കുറച്ചുണ്ട്. തീരദേശം ഒഴിച്ചാൽ ബാക്കി മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. എന്നാൽ തീരദേശത്തെ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും ഹിന്ദുക്കളുടെ വോട്ടുകൾ ഭിന്നിക്കപ്പെടുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കണ്ടുവരുന്നത്. കൃഷ്ണകുമാർ അവിടെ BJP സ്ഥാനാർത്ഥിയെ, സിനിമാ നടൻ കൃഷ്ണകുമാർ കഴിഞ്ഞ പ്രാവശ്യം BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചെങ്കിലും അദ്ദേഹത്തിന് കയറി വരാൻ പറ്റിയില്ല. ആന്റണി രാജുവാണ് കയറി വന്നത്. ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ ജനകീയനാണ്. ഇപ്പോൾ ജട്ടി കേസിൽ വന്നെങ്കിലും ആൾ വളരെ ജനകീയനാണ്. കേരള കോൺഗ്രസിന്റെ ശക്തനായ തിരുവനന്തപുരത്തെ നേതാവായിരുന്നു. അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ മന്ത്രിയുമായിരുന്നു. 2.5 വർഷം ഇരുന്നു. 2.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഗണേഷ് കുമാറിന് വേണ്ടി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുത്തത്. അപ്പോൾ ആന്റണി രാജു അവിടെ ഉണ്ട്. പക്ഷെ ആന്റണി രാജുവിന്റെ പ്രശ്നം തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ കഴിയില്ല. അടുത്ത 5-6 വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ആന്റണി രാജുവിൽ നിന്ന് സീറ്റ് എടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് CPM നിൽക്കുന്നത്. അങ്ങനെ CPM സീറ്റ് എടുക്കുകയാണെങ്കിൽ ആന്റണി രാജുവിന് സീറ്റ് കാണില്ല. അല്ലെങ്കിൽ ആന്റണി രാജുവിന് സീറ്റ് കാണത്തില്ല, ആന്റണി രാജുവിന്റെ പാർട്ടിക്ക് സീറ്റ് കാണത്തില്ല. അല്ല, ആന്റണി രാജുവിന്റെ പാർട്ടി ആലോചിക്കുന്നത് ആ സീറ്റ് കേരള കോൺഗ്രസിന്റെ തന്നെ നിലനിർത്തിക്കൊണ്ട് മറ്റാരെങ്കിലും നിർത്താൻ, സ്വതന്ത്രന്മാരെയോ അല്ലെങ്കിൽ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മറ്റാരെങ്കിലും നിർത്തുക എന്നുള്ളതാണ് ആന്റണി രാജുവിന്റെ മനസ്സിൽ കിടക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൃഷ്ണകുമാർ അവിടെ മത്സരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. കാരണം വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവാണ് കൃഷ്ണകുമാർ പറഞ്ഞിരുന്നതെങ്കിലും വട്ടിയൂർക്കാവ് ഇപ്പോൾ മറ്റൊരു തരത്തിലേക്ക് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ ആയിരിക്കാനാണ് സാധ്യത സെൻട്രലിൽ. അല്ല, വേറെയും സാധ്യതകളുണ്ട്. ഇപ്പോൾ നമുക്കങ്ങനെ കൃഷ്ണകുമാറിനെ മാത്രം എഴുതിക്കറിയാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പാറശാല മത്സരിച്ച കരമന ജയൻ പാറശാല സ്ഥാനാർത്ഥിയായിരുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പോൾ അദ്ദേഹം സിറ്റി പ്രസിഡന്റാണ്, തിരുവനന്തപുരം സിറ്റിയുടെ പ്രസിഡന്റാണ് BJPയുടെ. അതുകൊണ്ട് തന്നെ കരമന ജയനെയും പരീക്ഷിച്ചാൽ അത്ഭുതമില്ല. ഇനിയും 1-2 പേരുകൾ നമ്മൾക്ക് കേൾക്കുന്നത് മേനക സുരേഷിന്റെ പേര്, അതായത് ജനൻ TVയുടെയും അതുപോലെ തന്നെ പിന്നെ വളരെ സംഘപരിവാർ BJP അജണ്ടകളിൽ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന മേനക സുരേഷിന്റെ പേരും വളരെ കൃത്യമായി തിരുവനന്തപുരത്ത് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ സെൻകുമാർ തിരുവനന്തപുരത്ത് എത്തിയാലും അത്ഭുതമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പിടി നേതാക്കൾ എത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശ്രീലേഖ IPS സെൻട്രലിൽ മത്സരിച്ചാൽ സാധ്യതയില്ലാതില്ല. തീർച്ചയായിട്ടും അവർ മത്സരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു നിര നേതാക്കൾ അവിടെ മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ഓപ്ഷനെ ഇപ്പോൾ കേൾക്കുന്നുള്ളൂ. മൂന്നാമതൊരു പേര് കേൾക്കുന്നില്ല. ഒന്ന് VS ശിവകുമാർ തന്നെ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. 2 മണക്കാട് സുരേഷ് ഇതുവരെ മത്സരിച്ചിട്ടില്ല. DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, തിരുവനന്തപുരത്തെ വളരെ സീനിയർ നേതാവാണ്. മണക്കാട് സുരേഷ് മത്സരിക്കുമോ എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇതിനിടയിൽ നമ്മുടെ ശബരിനാഥിന്റെ പേരും ഒന്ന് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ശബരിനാഥിനെ വട്ടിയൂർക്കാവിൽ നിർത്തണമോ കഴക്കൂട്ടത്ത് നിർത്തണമോ അതോ ആര്യനാട് കൊണ്ടുപോകണമോ? കാര്യം ആര്യനാട് ഇപ്പോൾ MM ഹസൻ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനിലേക്കാണ് നിൽക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം സെൻട്രൽ വളരെ ഗൗരവതരമായ തോതിലുള്ള ഒരു മണ്ഡലമായി മാറിയിട്ടുണ്ട്. വേറൊരു രസകരമായ കണക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, രാജീവ് ചന്ദ്രശേഖർ തീരദേശത്തുൾപ്പെടെ പാർലമെന്റിൽ മത്സരിച്ച് തീരദേശത്തുൾപ്പെടെ, അതായത് ക്രിസ്ത്യൻ ബെൽറ്റിൽ ഉൾപ്പെടെ, നാടാർ ബെൽറ്റിൽ ഉൾപ്പെടെ, ക്രിസ്ത്യൻ നാടാർ ബെൽറ്റിൽ ഉൾപ്പെടെ, ഹിന്ദു നാടാർ ബെൽറ്റിൽ ഉൾപ്പെടെ വോട്ട് കൂടുതൽ നേടിയപ്പോഴും തിരുവനന്തപുരം സെൻട്രലിൽ കുറെ, പ്രത്യേകിച്ച് ഹിന്ദു മെജോറിറ്റിയുള്ള പ്രദേശങ്ങളിലെ പല ബൂത്തുകളിലും വോട്ട് നേടിയില്ല എന്നതും വളരെ പ്രധാനമായിട്ടാണ്. പക്ഷെ അങ്ങനെ നേടാതിരുന്നതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ ഗ്രൂപ്പ് രാഷ്ട്രീയമുണ്ട് എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എത്ര കണ്ട് ശരിയാണെന്ന് നമുക്കറിയില്ല. കാരണം ഒരു പാർട്ടിയുടെ ആഭ്യന്തരമായി നടക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നമുക്കത് പുറത്തു നിന്നുകൊണ്ട് അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. ആർക്കെങ്കിലും വോട്ട് ചെയ്തോ, ആരെങ്കിലും വോട്ട് മറിച്ചോ, ഈ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ചർച്ച നടത്തുന്നതിൽ പ്രയാസമുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, തിരുവനന്തപുരം സെൻട്രൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി വരുന്നു. BJP അത് A ക്ലാസ് മണ്ഡലത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേമം, തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. അതിനകത്ത് കഴക്കൂട്ടത്തെ V മുരളീധരനെ തന്നെ വീണ്ടും മത്സരിപ്പിച്ച് വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ഒരു പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ശബരിമല കേസിൽ. അതുകൊണ്ട് അതിന് വരും ദിവസങ്ങളിൽ ED ചോദ്യം ചെയ്താൽ കടകംപള്ളിയുടെ ഇമേജ് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ കഴിയില്ല. അപ്പോൾ കടകംപള്ളി അവിടെ മാറ്റിയിട്ട് പ്രശാന്തിനെ അവിടെ അടിച്ചാൽ എന്തെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ മറ്റൊരാളിനെ ഇറക്കിയാൽ എന്ത് എന്നുള്ളൊരു ചിന്തയും കറങ്ങുന്നുണ്ട് CPMൽ. അതേസമയം തന്നെ ഇപ്പുറത്തെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കഴക്കൂട്ടത്തു നിന്ന് മാറി വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ
ഒരു സംഘം പേരുടെ പേരുകളാണ് കിടക്കുന്നത്. അത് കെ സുരേന്ദ്രൻ്റെ പേരുണ്ടായിരുന്നു, ശോഭാ സുരേന്ദ്രൻ്റെ പേരുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ അവിടെയും സെൻകുമാറിൻ്റെ പേര് വന്നതാണ്. അവിടെ പിന്നെ ഈ നമ്മുടെ എന്താ പറയുക കൃഷ്ണകുമാറിൻ്റെ പേര് വന്നു. അങ്ങനെ പല പല പേരുകൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വന്നിട്ടുണ്ട്. പക്ഷേ കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം PK കൃഷ്ണദാസ് തന്നെയാണ് ഇപ്പോഴും മത്സരിക്കാൻ സാധ്യതയുള്ളത്. അവിടെ മലയങ്കീഴ് വേണുഗോപാൽ തീർച്ചയായിട്ടും വീണ്ടും കോൺഗ്രസിന് വേണ്ടി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ ശക്തൻ മത്സരിക്കുമോ? DCC പ്രസിഡന്റ് എൻ ശക്തൻ നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ്. എൻ ശക്തൻ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും നെയ്യാറ്റിൻകരയിൽ മത്സരിക്കുമോ എന്നൊരു ചോദ്യം. കാരണം അവിടെയും നാടാർ കമ്മ്യൂണിറ്റിക്ക് വലിയ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. എൻ ശക്തനെ സംബന്ധിച്ചിടത്തോളം നെയ്യാറ്റിൻകരയിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മലയങ്കീഴ് വേണുഗോപാൽ കയറി നേമത്ത് വരുമോ? കാരണം അദ്ദേഹം കാട്ടാക്കടയിൽ നിയമം എന്നൊക്കെ പറയുന്നത് വളരെ അടുത്ത് കിടക്കുന്ന ബോർഡർ പഞ്ചായത്തുകളും ബോർഡർ മണ്ഡലങ്ങളുമാണ്. അങ്ങനെ കയറി വരുമോ? അതോ ഡോക്ടർ GV ഹരിക്ക് കൊടുക്കുമോ നമ്മുടെ എവിടെ ഈ നിയമമണ്ഡലം? എന്തായാലും രാജീവ് ചന്ദ്രശേഖറാണ് കോൺഗ്രസിനെ BJPയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി. CPM-നകത്ത് പല പേരുകൾ കേൾക്കുന്നു. പാർവതി ശിവൻകുട്ടി മത്സരിക്കുമോ? ശിവൻകുട്ടിയുടെ ഭാര്യ, അവരും വളരെ സജീവമാണ്, PSC മെമ്പറൊക്കെയാണ്. പൊതുരംഗത്ത് P. ഗോവിന്ദപിള്ളയുടെ മകളാണ്. അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു വനിതയാണ്. ഇനി അവർ കയറി മത്സരിക്കുമോ? ഡോക്ടർ TN സീമ തിരുവനന്തപുരത്ത് നിൽക്കുന്ന പ്രമുഖമായൊരു വനിതയാണ്. അവർക്കിടെ അവിടെ മത്സരിക്കുമോ? അല്ലെ ശിവൻകുട്ടി തന്നെ, രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുകയാണെങ്കിൽ ശിവൻകുട്ടി തന്നെ മത്സരിക്കുമോ? ഇതിനിടയിൽ ഒരു തമാശ നടന്നത്, ശിവൻകുട്ടി പറവൂർ എന്ന് VD സതീശനെ ഇങ്ങോട്ട് വിളിച്ചു. അതൊരു തമാശയാണ്. വാടാ ഇവിടെ നമുക്ക് സംഘിയെങ്കിൽ സംഘി ഇവിടെ മത്സരിക്കാം, സംഘിക്കുട്ടിയെന്ന് ശിവൻകുട്ടിയെന്ന് VD സതീശൻ വിളിക്കുന്നു. VD സതീശൻ പിന്നെ അതിൽ മാപ്പ് പറയുന്നു, സോറി പറയുന്നു. അപ്പോൾ സംഘിക്കുട്ടിയാണെങ്കിൽ നീ ഇവിടെ വാടാ, നമുക്ക് ഇവിടെ മത്സരിക്കാമെന്നുള്ള നിലയിൽ ശിവൻകുട്ടി പറയുന്നു. അങ്ങനെ ഒരു വാക്പോരും ഇതിനകത്ത് നടന്നിട്ടുണ്ട്. എന്തായാലും ഈ വാക്പോരുകൾക്കും തർക്കങ്ങൾക്കും ഇടയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രലിനെ കുറിച്ചാണ്. തിരുവനന്തപുരം സെൻട്രലിൽ തീർച്ചയായിട്ടും കൃഷ്ണകുമാർ വേഴ്സസ് പിന്നെ VS ശിവകുമാർ വേഴ്സസ് ഇടതുപക്ഷത്തിന്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആരാണ് നിൽക്കുകയെന്ന് അറിയുന്നില്ല. അങ്ങനെ ഒരു പേര് അവിടെ ഉയർന്നു വന്നില്ല. കാരണം അത് കേരള കോൺഗ്രസിനാണോ പിന്നെ ആന്റണി രാജുവിനാണോ കൊടുക്കുക, അതോ CPM എടുക്കുമോ എന്നറിയില്ല. CPM എടുക്കുകയാണെങ്കിൽ CPM-ന്റെ തലയെടുപ്പുള്ള ജയൻ ബാബുവിനെ പോലെയൊക്കെയുള്ള തിരുവനന്തപുരത്ത് വളരെ പ്രമുഖരായിട്ടുള്ള M. വിജയകുമാറുണ്ട്, ജയൻ ബാബു ഉണ്ട്, പ്രമുഖരായ നേതാക്കൾ പലരുമുണ്ട്. ദീപക് ഉണ്ട്, ഇതാണ് മേയർ നമ്മുടെ കോർപ്പറേഷനിൽ ഉണ്ട്. പിന്നെ ആര്യ രാജേന്ദ്രനുണ്ട്. ആര്യ രാജേന്ദ്രൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവർ ഈ കോർപ്പറേഷനിൽ തോറ്റു പോയതുകൊണ്ട് അവരുടെ ഒരു ഇമേജ് ഇപ്പോൾ ബിലോ 50 നിൽക്കുകയാണ്. അതുകൊണ്ട് വരുമോയെന്നറിയില്ല. അല്ലെങ്കിൽ സാധ്യത ഉണ്ട്. ആര്യ രാജേന്ദ്രനും ഈ പറഞ്ഞ നേരത്തെ കണക്കനുസരിച്ച് ഒരു ലിസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ CPM-ന്റെ യുവ നേതാക്കൾ ആരെങ്കിലും കയറി വരുമോ എന്നുള്ളതും ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. എന്തായാലും ആന്റണി രാജു ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിയമപരമായി അദ്ദേഹത്തിനും മത്സരിക്കാൻ കഴിയില്ല.